നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഓയൂർ മർത്തോമ എഴുതുന്ന സഖ്യം നോമ്പ് ധ്യാനത്തിന്റെ ഭാഗമായി നടത്തുന്ന സുഹൃതവചനം നോമ്പ് ധ്യാനത്തിന്റെ ഭാഗമായി തീരുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസരം തന്ന മർത്തോമ യുവജന സഖ്യത്തോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. അല്പസമയത്ത് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് നൽകുന്ന ഉപദേശമാണിത്. ഗലാത്യർ 5-ൽ കാണുന്ന ആത്മാവിന്റെ ഫലങ്ങൾ. ഇത് കേവലം തിമോഥെയോസിന് വേണ്ടി മാത്രമുള്ള ഉപദേശങ്ങളല്ല, ഓരോ വിശ്വാസിയിലും കാണേണ്ട ഗുണങ്ങളാണ്. 2 തിമോഥെയോസ് 2:22 പറയുന്നു, യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. 2 തിമോഥെയോസ് 3:16 പറയുന്നു, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവൻ ആകണമെന്ന്. ദൈവത്തിന്റെ മനുഷ്യൻ, യഹോവ ഭക്തിയുള്ള മനുഷ്യൻ, ഇവനിൽ കാണേണ്ട ഗുണങ്ങൾ മാത്രമല്ല നാം വായിച്ചു കേട്ടത്, മാനവികതാ ബോധമുള്ള ഒരു ജനതയ്ക്ക് വേണ്ട അടിസ്ഥാന ഗുണങ്ങളാണ്. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ആദ്യമുള്ളത് വിശ്വാസമാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞവന് നമ്മുടെ കഴിവുകൾ അറിയാം, കഴിവ് കേടുകൾ അറിയാം. നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും അവനെ മുറുകെ പിടിക്കുവാൻ, അവനിൽ ആശ്രയം വയ്ക്കുവാൻ, അവൻ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. രണ്ടാമത് ഭക്തിയാണ്. ഇത് കേവലം ആചാരമോ അനുഷ്ഠാനമോ മാത്രമല്ല, മറിച്ച് സമ്പൂർണമായ സമർപ്പണമാണ്, സമ്പൂർണമായ അനുസരണയാണ്, ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണമാണ്. എൻ്റെ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മൂന്നാമത്തേത് നീതിയാണ്. മൂല്യങ്ങളുടെ മൂല്യം എന്നാണ് നീതിയെക്കുറിച്ച് പറയുന്നത്. റോമ ചരിത്രം പരിശോധിച്ചാൽ ഒരുവന് എന്താണോ ആവശ്യമുള്ളത് അത് നൽകുക എന്നാണ് നീതിയെക്കുറിച്ച് പറയുന്ന നിർവചനം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമൊന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടും ആവശ്യങ്ങളുള്ള അനേകം പേരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താണോ അവരുടെ ആവശ്യം അത് അവന് നൽകാം. നീതിബോധത്തിൽ നിന്നാണ് മറ്റെല്ലാ മൂല്യങ്ങളും വളർന്നു വരേണ്ടത്. പലപ്പോഴും നമ്മളിൽ ഇല്ലാതെ പോകുന്നതും ഈ നീതിബോധമാണ്. ഒരുപക്ഷെ നമ്മൾ സ്നേഹമുണ്ടായിരിക്കാം, കരുണയുണ്ടായിരിക്കാം, സൗമ്യതയുണ്ടായിരിക്കാം. പക്ഷേ നീതിബോധമില്ലാത്ത ഈ മൂല്യങ്ങൾ അവയുടെ സത്തയും ആഴവും നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അനീതിയിൽ ദൈവം സന്തോഷിക്കുന്നില്ല എന്ന് കൊരിന്ത്യരിലും, അധർമ്മം പെരുകുന്നിടത്ത് സ്നേഹം തണുത്തു പോകുമെന്ന് മത്തായി 24-ലും പറയുന്നു. നീതിബോധത്തിൽ നിന്നും ഉയരുന്ന സ്നേഹമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. സ്നേഹമുള്ളയിടത്ത് ക്ഷമയുണ്ടാകും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. പ്രതികാരത്തിന്റെ ഈ ലോകത്തിൽ ക്ഷമയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പിന്റെ കാലഘട്ടം അനുരഞ്ജനത്തിന്റെ കാലഘട്ടമായിരിക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കും. ഈ നോമ്പ് കാലഘട്ടം അവസാനിക്കുമ്പോൾ നഷ്ടമായ ബന്ധങ്ങളെ തിരികെ പിടിക്കുവാൻ, അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവസാനത്തേത് സൗമ്യതയാണ്. ഇത് കേവലം സ്വഭാവ ഗുണം മാത്രമല്ല, മറിച്ച് ദൈവവുമായുള്ള ഒരു ബന്ധം കൂടിയാണ്. സൗമ്യത എന്ന വാക്കിന് താഴ്മ, ലാളിത്യം, ക്ഷമ, സഹനം എന്നൊക്കെ അർത്ഥം നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു വേദഭാഗത്ത് നാം കാണുന്നത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമാണ്. ദൈവത്തോട് ചേർന്ന് അവന് സമ്പൂർണമായി സമർപ്പിക്കുന്ന അവസ്ഥയാണ് സൗമ്യത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരെ പരിഗണിക്കുവാൻ, എൻ്റെ ചുറ്റുപാടുമുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിലൂടെ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ വേദഭാഗം, ഈ വചന വിചിന്തനം അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ലോകം മത്സരങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെയാണ്. ഇവിടെ ക്ഷമയുടെ നല്ല മാതൃകയുള്ളവരായി, സഹനത്തിൻ്റെ നല്ല മാതൃകയുള്ളവരായി, സൗമ്യതയിലൂടെ സാക്ഷ്യം പറയുവാൻ, നീതിബോധമുള്ള ഒരു സമൂഹമായി തീരുവാൻ, നീതിബോധത്തിൽ നിന്ന് ഉയരുന്ന സ്നേഹമുള്ളവരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദി.